ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായെന്ന മധ്യസ്ഥർ. നിർണായക പുരോഗതിയുണ്ടായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന്. മുണ്ടക്കൈ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോഴും ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒളിച്ചുകളി. ഇരകൾ നേരിടുന്നത് ബാങ്കുകളുടെ ഭീഷണി. ദുരന്തത്തിൽ പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സയും പ്രതിസന്ധിയും. പുനരധിവാസം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ സമരമിന്ന്. ഛത്തീസ്ഗഡിൽ പെൺകുട്ടികളെ കന്യാസ്ത്രീകൾക്കൊപ്പം അയക്കാൻ രക്ഷിതാക്കൾ നൽകിയ സമ്മതപത്രം മീഡിയ വണ്ണിന്. ഗാർഹിക ജോലികൾക്കായി മക്കളെ പറഞ്ഞയക്കുന്നതിൽ സമ്മതം അറിയിച്ചു. ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് ജില്ലാ കോടതിയിൽ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും. പരിഗണിക്കുക കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജികൾ. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ സംസാരിച്ചു. ഗസയിൽ പട്ടിണിക്കൊല തുടരുന്നു. 24 മണിക്കൂറിനിടെ വിശന്നു മരിച്ചത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 14 പേർ. ആക്രമണം നിർത്തി കൂടുതൽ സഹായം ഉറപ്പാക്കിയില്ലെങ്കിൽ കൂട്ടമരണം സംഭവിക്കുമെന്ന UN മുന്നറിയിപ്പ്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന UN പ്രത്യേക സമ്മേളനത്തിന് തുടക്കം. ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫ്രാൻസും ഡെൻമാർക്കും നെതർലൻഡും. അങ്ങനെ ന്യൂസ് മോർണിംഗ് വിശദമാകും.